ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെരി റവറൻഡ് രാജു ദാനിയൽ കോർപ്പിസ്കോപ്പോ, ഡിയർ ഫെലോ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് മൈ ബിലവഡ് കിഡ്സ്. പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ, ദ ഡിപ്പാർച്ചർ ഓഫ് സെയിൻറ്റ് മേരി അഥവാ സൂനോയ പെരുന്നാൾ കഴിഞ്ഞു വരുന്ന ഈ സൺഡേ നമ്മൾ MMBS ഡേ ആയി ആചരിക്കുന്നു. ഈ അവസരത്തിൽ പരിശുദ്ധ മറിയത്തോടുള്ള മധ്യസ്ഥതയുടെ പ്രാധാന്യതയും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ആത്മീയ നിറവും എന്തെന്ന് നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വചനത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ആദ്യത്തെ മധ്യസ്ഥത അണയ്ക്കുന്നു. നമ്മൾക്കേവർക്കും അറിയാവുന്നതുപോലെ കാനായിലെ കല്യാണത്തിന് വീഞ്ഞില്ല എന്ന അവരുടെ വിഷമസ്ഥിതി മനസ്സിലാക്കി പുത്രനോട് ആദ്യ അത്ഭുതത്തിനായി മധ്യസ്ഥത യാചിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ നൊമ്പരങ്ങളെ, നമ്മുടെ വേദനകളെ, കൂടെയുള്ളവരുടെ നൊമ്പരങ്ങളെ, പരിശുദ്ധ മറിയത്തെ പോലെ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആകുലതകളെ നമ്മൾക്ക് സ്വന്തം ആകുലതകളായി ചിന്തിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിനായി ഈ വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകളെ പറ്റി നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, അമ്മ കൃപ നിറഞ്ഞവൾ ആയിരുന്നു. അമ്മ കൃപ നിറഞ്ഞവൾ ആയിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വചനത്തിൽ അമ്മയെ ദൂതൻ സംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നായിരുന്നു. പരിശുദ്ധ മറിയം ആ സ്വർഗീയ സ്നേഹത്തിന് മുമ്പിൽ തല കുനിച്ചു. ഈ സൂനോയ പെരുന്നാളിന്റെ നോയമ്പും നമസ്കാരങ്ങളും വിശുദ്ധ കുർബാനയും ആചരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്ത നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന് മുമ്പിൽ പരിശുദ്ധാത്മ ചരടിനാൽ നമ്മെ കോർത്തിണക്കിയ സഭാ സമൂഹത്തിന് മുമ്പിൽ വിനയത്തോടെ സ്നേഹവായ്പോടെ തലകുനിക്കുവാൻ സാധിക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് ബലഹീനരായ നമ്മുടെ കുറവുകളെ നിറവുകളാക്കി അമ്മയുടെ മാതൃകകളെ പിന്തുടരുന്നവരാകാം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് അമ്മയിലുള്ള പരിശുദ്ധാത്മ നിറവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് മധ്യസ്ഥത യാചിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നിറഞ്ഞ സ്വർഗീയ സ്നേഹത്തിലേക്ക്, ആ ദിവ്യമായ പരിശുദ്ധാത്മ നിറവിലേക്ക് അമ്മ നമ്മളെ നയിക്കുന്നതിനാൽ ആണ്. സിഹ്യോൻ മാളികയിൽ അമ്മയ്ക്ക് ഒപ്പമിരുന്ന് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സ്ലീഹന്മാരിലേക്ക് പകർന്നു കിട്ടിയ അതേ പരിശുദ്ധാത്മ നിറവിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുവാനും നമ്മുടെ ഹൃദയത്തിന്റെ ഉൾത്തടത്തിൽ ദൈവികമായ ചിന്തകൾ ഉടലെടുക്കുവാനും അമ്മയോടുള്ള മധ്യസ്ഥത നമ്മളെ സഹായിക്കുന്നു. മൂന്നാമതായി നമ്മൾ മാതൃകയാക്കേണ്ടത് അമ്മയുടെ പ്രത്യാശ നിർഭരമായ ജീവിതത്തെയാണ്. ഈ ആധുനിക ജീവിതത്തിൽ നമ്മുടെ അനുകൂലവും പ്രതികൂലവുമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾക്കും പ്രത്യാശയുള്ളവർ ആയിരിക്കാം. നാലാമതായി, അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് അമ്മ സമാധാനം ഉള്ളവൾ ആയിരുന്നു. സമാധാനം. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് ദൂതൻ അഭിസംബോധന ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവകൃപയാൽ നിറയണം. അതിനായി പരിശുദ്ധ മറിയത്തെ പോലെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതിനാൽ നമ്മുടെ വാക്കുകൾ ദൈവകൃപയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതാകുന്നു. കൃപയുള്ള വാക്കുകളിലൂടെയാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, പ്രത്യാശ കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നത്. അതിനാൽ നമ്മുടെ ഹൃദയം ദൈവവചനത്താൽ നിറഞ്ഞ് നമ്മൾ ആയിരിക്കുന്ന ഇടത്തിലും ഇടപെടുന്നവരിലും സമാധാനം ഉളവാക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾക്ക് യാചിക്കാം. അഞ്ചാമതായി ചിന്തിക്കേണ്ടത് അമ്മയുടെ അടിയുറച്ച ദൈവവിശ്വാസത്തെയും ആത്മാർത്ഥവും വിശുദ്ധിയുള്ള ജീവിതത്തെയുമാണ്. ആത്മാർത്ഥമായ ആഴമേറിയ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു അമ്മ.
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 35-ാം വചനത്തിൽ നിന്റെ പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് ശിമിയോൻ അരുളി ചെയ്തപ്പോൾ ഒട്ടും ചഞ്ചലപ്പെടാതെ അമ്മ പ്രാർത്ഥനയിൽ മുഴുകി. അത് നമ്മൾക്ക് എപ്പോഴും എന്നും ഒരു പ്രചോദനവും മാതൃകയും ആയിരിക്കണം. ആത്മാർത്ഥമായ അർപ്പണ മനോഭാവത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയും യഹോവയെ സ്നേഹിച്ച് അനുസരിച്ച് ജീവിച്ച ആ അമ്മയുടെ പാദങ്ങളെ പിന്തുടർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ ദൈവവിശ്വാസം മറ്റുള്ളവർക്കൊരു മാതൃകയായി കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മോടുള്ള മധ്യസ്ഥത നമ്മെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ൽ തിരുകുടുംബത്തെ പറ്റി പ്രതിപാദിക്കുന്നു. MMBS ഡേ ആയിരിക്കുന്ന ഈ ദിവസത്തിൽ അമ്മ തിരുക്കുടുംബത്തിൽ ഔസേപ്പ് പിതാവും യേശുക്രിസ്തുവുമായ ജീവിച്ച ആ മാതൃകകളെ നമ്മൾ പിന്തുടരുന്നവരാണോ എന്ന് നമ്മൾക്ക് സ്വയം ഒന്ന് പരിശോധിച്ച് നമ്മളിലുള്ള കുറവുകളെ നിറവുകളാക്കി തീർക്കാം. അഥവാ നമ്മളിൽ കുറവുകളുണ്ടെങ്കിൽ ഈ സമയം അത് തിരുത്തുവാനായി നമ്മൾക്ക് ഉപയോഗിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ നാം നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഉപരിയായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ കൃപയും സമാധാനവും നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ലാലു. പ്രത്യേകിച്ച് സമാജത്തിൻ്റെ ദിനത്തിലെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു.